കാര്യം പറയട്ടെ, ഞാനൊരു ഇതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എൻ്റെ പേരിലെന്നാ തന്നേക്കും. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. ഫിറോസൊക്കെ ആണെങ്കിലും എനിക്കിടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഞാനായിട്ടൊരു പ്രശ്നവും ഇല്ല. എനിക്ക് നാട്ടിലുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എവളെ കണ്ടുപിടിക്കാൻ വേണ്ടി കാര്യമൊന്നുമില്ല. അത്രയും ഒരു കാഴ്ച കാണാൻ നമുക്ക് എവളെ എങ്ങനെയുള്ളതാണെന്ന് ഊഹിച്ചെടുക്കാൻ പറ്റിയ കാര്യമൊന്നുമില്ല. എവള് ഗൾഫിൽ പോകാൻ്റെ പിന്നിൽ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത രഹസ്യമുണ്ട്. അവളെ സ്വർണ്ണ ശൃംഖല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം രേണു സുധി എന്ന് പറഞ്ഞൊരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ വീണ്ടും സജീവമായിട്ട് വരുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞതും കേട്ടിട്ടുമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു വോയിസ് ക്ലിപ്പ്, ഒരു വീഡിയോ ക്ലിപ്പ്, അതെല്ലാം ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓരോ ഘട്ടമായിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. വീഡിയോ കാണുന്നവർ മുഴുവനായിട്ട് കാണുക. കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അഭിപ്രായം ഇതിനകത്ത് രേഖപ്പെടുത്താവൂ. പിന്നെ ലൈക്ക് ചെയ്യാനുണ്ടോ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീണ്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, മറക്കാതെ ചെയ്തിരിക്കണം. പിന്നെ ഹൈപ്പ് കൊടുക്കാനുള്ളവരെ ഇപ്പൊ ഇപ്പൊ തന്നെ കുത്തിയതിനു ശേഷം മാത്രമേ നിങ്ങളുടെ വീഡിയോ ബാക്കി മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കാവൂ. ഓക്കെ, അപ്പൊ കിച്ചുവിന്റെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ആ ലൈവിനകത്ത് അവൻ നല്ല പക്വതയോടു കൂടിയുള്ള അഭിപ്രായം അല്ലെങ്കിൽ അവന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അവൻ വ്യക്തമായിട്ട് അതിനകത്ത് കാണിച്ചു. എന്നാൽ ഈ സ്റ്റേറ്റ്മെന്റിൽ കുരുപൊട്ടുന്ന ആർക്കായിരിക്കും? രേണു സുധിക്ക് ഇതിനകത്ത് കുരുപൊട്ടും. രണ്ടാരാന്നറിയോ? ഇതിന് വേണ്ടിയിട്ട് പിന്താങ്ങി, അതായത് മൂട് താങ്ങി നടക്കുന്ന സജീനയ്ക്കും കുരുപൊട്ടും. മൂന്നാരാന്നറിയോ? ഇവരുടെ കൂടെ തന്നെ ബിഗ് ബോസിലുണ്ടായിരുന്ന കണ്ടസ്റ്റന്റ് ആയിട്ട് സാരിക, അവക്കും ഇതിനകത്ത് കുരുപൊട്ടും. അങ്ങനെ കുരുപൊട്ടാനുള്ള എണ്ണം 3ആണ്. കാരണം ഈ വീട് 6 പേരിലാണ് കൊടുത്തിരിക്കുന്നത്, കിച്ചു. അപ്പൊ ഇതിനകത്ത് വ്യക്തമായ അഭിപ്രായം പറയാനുള്ള അധികാരം ആർക്കാ? കിച്ചു. അപ്പൊ അവൻ അതിനകത്തുള്ള അഭിപ്രായം വ്യക്തമായിട്ട് പറയുന്നു. അത് ഈ വീട് കൊടുത്ത ആൾക്കാർ വരെ എടുത്ത് സ്റ്റോറി ഇടുന്നു. അവരെടുത്തത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കിന് അവിടെയും ഇവിടെയും കിടന്ന് ഇങ്ങനെ ചെറ്റവർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്റെയൊക്കെ സ്വഭാവവും നിന്റെയൊക്കെ സൗണ്ടും ഒക്കെ ആര് കേൾക്കും, ആര് കാണും? അങ്ങനെ പറഞ്ഞോ കണ്ടോ കഴിഞ്ഞാലും നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യത്തിന്, നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യത്തിന് എന്ത് വ്യക്തതയും എന്ത് അഭിപ്രായം അതിനകത്തുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങ് ആലോചിക്കാൻ നിൽക്കണ്ട. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ നിങ്ങൾ പറഞ്ഞ എന്താ കാണിച്ച എന്താ ഞാൻ ഈ വീഡിയോ തന്നെ കാണിച്ചു തരാം കേട്ടോ. ആദ്യം കിച്ചു പറഞ്ഞിട്ടുള്ള ലൈവ് നമുക്കൊന്ന് കാണാം. അതിനുശേഷം ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, അതായത് ഈ ദുബായി പോയതുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഞാൻ ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്താം. അതിനകത്ത് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നുള്ളത് ഈ കാണുന്നത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഓക്കെ, കാര്യം പറയട്ടെ, ഞാൻ ഇതുവരെയായിട്ടും വീട് വെച്ച് തന്നവർക്കും ഫിറോസൊക്കെ അല്ല, ഞാൻ പറയട്ടെ, കാര്യം പറയട്ടെ, ഞാനൊരു ഇതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എൻ്റെ പേരിലെന്നാ തന്നേക്കും. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. ഫിറോസൊക്കെ ആണെങ്കിലും എനിക്കിടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഞാനായിട്ടൊരു പ്രശ്നവും ഇല്ല. അതായത് ഈ വീട് വെച്ചു കൊടുത്ത ഫിറോസ്, അയാളുടെ കാര്യത്തെ കുറിച്ചാണ് ഈ കിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിതുവരെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഫിറോസൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, ഞങ്ങൾ സംസാരിക്കണം. പക്ഷെ ഈ സംസാരിക്കുന്നതൊക്കെ ആരാ? രേണു സുധിയുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ. വീട് ഒഴിച്ചവർക്ക് പ്രശ്നം, വീട് വെക്കാൻ സ്ഥലം കൊടുത്തവർക്ക് പ്രശ്നം, ചുറ്റുവട്ടം നടക്കുന്നത് മൊത്തം പ്രശ്നം. എന്നാൽ വീട് കിട്ടി ഈ പയ്യന്റെ പേരില്ല. അവൻ ഇതിനകത്ത് വലിയ വ്യക്തതയായിട്ടൊന്നും പറയാനുമില്ല. എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വീട് എനിക്ക് തന്നതിലും. നല്ലൊരു വീടാണ്, വളരെ നല്ലൊരു വീടാണ്. ഞാൻ ഇതുവരെ അതിനെ കുറ്റം പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം തന്നെ, നമ്മളാണ് ചെയ്തോട്ട്. അവരുടെ തന്നെ ഉത്തരവാദിത്വം പറഞ്ഞാൽ ഉത്തരവാദിത്വമല്ല, അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം. എന്താ, ഒരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും അങ്ങനെ വെച്ച് തരാനായിട്ട് അവർക്ക് ഒരു ഇതെടുത്തതും. ഒരാൾക്ക് ഒരു വീട് ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയത്തില്ല. നിസ്സാര കാര്യമൊന്നുമില്ല. ഒരാൾക്ക് ഒരു വീട്, ഒരു സ്ഥലവും വീടും കൊടുക്കുന്ന പറയുന്നത് നിസ്സാര കാര്യം. പിന്നെ അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് നമ്മുടെ ഉള്ള കാര്യമാണ്. നമ്മളെ പിന്നെ വീടും സ്ഥലവും നോക്കണം, നമ്മൾ ഉത്തരവാദിത്വമാണ്. നാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിപ്പം കംഫോർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കൊല്ലത്തെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് നിൽക്കുന്നത്. അടുത്താണല്ലോ ഇപ്പൊ ഇവിടെയാണ്. വ്യക്തമായിട്ടുള്ള മറുപടി, അല്ലെങ്കിൽ ഒരു ഒരു പക്വതയോട് കൂടിയുള്ള അഭിപ്രായമാണ് കിച്ചു എന്തായാലും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആ വീടിനെ കുറിച്ചും വീട് വെച്ച് തന്നവരെ കുറിച്ചും വീട് അവൻ ഏത് രീതിയിലാണ് കാണുന്നതെന്നും, അവർക്ക് ഒന്നുമില്ലായിരുന്ന സമയത്ത്, അവർ ഒറ്റ സ്റ്റേറ്റ്മെന്റ് മതി, ഒന്നുമില്ലായിരുന്ന സമയത്ത് അവർക്കൊരു വീട് വെച്ച് തരാനായിട്ട്, സ്ഥലം തരാനും ഒരു വീട് വെച്ച് തരാനും കാണിച്ചൊരു മനസ്സുണ്ടല്ലോ, ആ ഒരു കാര്യം. 2, അതിനകത്ത് എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്നത് അത് നമ്മളായിട്ടാണ് തീർത്തു കൊടുക്കേണ്ടത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ പെട്ടെന്നൊന്നും നമുക്ക് നടക്കത്തില്ല എന്ന് വിചാരിച്ച ഒരു കാര്യം പെട്ടെന്ന് 2 പേര് വന്നത് അങ്ങോട്ട് നമുക്ക് ചെയ്തു തരുമ്പോഴത്തേക്കിന് പിന്നെ അതിനകത്ത് എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് തന്നെ തീർത്തെടുക്കാം. ഒരിക്കലും ഈ വീട് പൊട്ടിപ്പൊളിഞ്ഞു എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീട് വെച്ച് തന്നവരല്ല നിങ്ങൾക്കെതിരെ വീട് ഇട്ടത്, നിങ്ങളാണ് അവർക്കെതിരെ വീട് ഇട്ടപ്പോഴാണ് പിന്നെ ഇതൊരു സംസാര വിഷയമായി, ഇതൊരു ചർച്ചാ വിഷയമായി. ഈ ഫിറോസൊക്കെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ഇതൊരു കുറ്റകരമായിട്ട് വന്ന്, സ്ഥലം തന്നിട്ടുള്ള നോബൽ ഫിലിപ്പ് അച്ഛനും ഇതൊരു പ്രശ്നമായിട്ട് വന്നു. അതിനുശേഷമാണ് ഇവരിതൊരു ചർച്ചാ വിഷയമായിട്ടും സംസാരമായിട്ടും വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കാര്യം. അപ്പം കിട്ടിയ കാര്യം അതുപോലെ വെക്കുക. അതായത് ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണാൻ പോയതുകൊണ്ടാണ് ഇപ്പം കിച്ചു ഇതുപോലെ ഒരു ലൈവിൽ ഒന്ന് പറയുന്ന ഒരു കാര്യം. എനിക്ക് ഇതിനകത്ത് കാണുമ്പോൾ തോന്നുന്നറിയോ, കിച്ചു
ഇത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യം തന്നെ. അവന് പറയാനുള്ള അഭിപ്രായം എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. അത്രേ ഉള്ളൂ. അവന് ഇതുമായിട്ട് വലിയ പൊരുത്തം ഉണ്ടോന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ബിഗ് ബോസ് വന്നു തീർന്നു, അതിനുശേഷം വലിയൊരു അമ്മ മകൻ കോൺസെപ്റ്റ് ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരാണ്ട് രേണുസുതി നല്ലതോണം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണുന്ന വ്യക്തികൾക്കെല്ലാം ഇപ്പൊ ഈ ഒരു ലൈവ് കണ്ടതോടുകൂടി തന്നെ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടാണ്. പിന്നെയും പറയുന്നുണ്ട് എനിക്ക് കൊല്ലത്ത് നിൽക്കുന്നതാണ് കൂടുതലും കംഫർട്ട് എന്നുള്ളൊരു കാര്യം. അതായിരിക്കും നല്ലത്. അവിടെയും ഒരു വിയോജിപ്പ് അവന്റെ വ്യക്തമായിട്ട് രേഖപ്പെടുന്നുണ്ട്. അവന്റെ കാര്യം എന്താണെന്നുള്ള അവന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ അമ്മ പറയുന്ന അഭിപ്രായമല്ല എന്റേത്, അമ്മയുമായിട്ട് യോജിച്ച് നിൽക്കുന്ന ഒരു കാര്യമല്ല എന്റേത്, എനിക്ക് എന്റേതായ തീരുമാനങ്ങളുണ്ട്, എനിക്ക് എന്റേതായ അഭിപ്രായം ഇതിനകത്തുണ്ട്. അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തും. അപ്പൊ രേഖപ്പെടുത്തിയപ്പോഴത്തേക്ക് ഇതിനകത്ത് പൊളിഞ്ഞു പോയത് ആരൊക്കെയാ? മറ്റേ നമ്മുടെ ശാരികയാണെങ്കിൽ ശരി, സജീനയാണെങ്കിൽ ശരി. എന്നാൽ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പക്വത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹോട്ട് സീറ്റിലിരുന്ന് വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചേച്ചി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതൊന്നും നോക്കേ. വീട്ടിൽ സാധാരണക്കാരിയായിട്ടോ സാധാരണക്കാരായിട്ടോ നമ്മൾ ഈ വീടിന്റെ പുറത്തട്ടെ എന്ന് നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന വീട്. ഓക്കെ, ഇതൊരു 10 വർഷമായ വീടാന്ന് പറഞ്ഞാൽ അന്തസ്. വേണ്ട, മിനിമം ഒരു 5 വർഷമായെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ്. 1-1.5 വർഷമായ ഒരു വീട് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ കുറവാണ് പറയുന്നത്. അകം പോട്ടെ, അകം പിന്നെ അവരുടെ വൃത്തി, അത് അകത്തിന് കുഴപ്പമില്ല, നീറ്റായിട്ടൊക്കെ തന്നെ വീട് നോക്കുന്നത്. പക്ഷെ പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയാണോ വീടുണ്ടാക്കി കൊടുക്കുന്നത്? നമ്മളൊരാൾക്ക് ശരിയാണ്, അവര് അതുല്യ കലാകാരനായ സുധിച്ചേട്ടന്റെ വൈഫാണ്. പിന്നെ അവര് അന്തസ്സായിട്ട് അവരൊരു കലാകാരിയാണ്. ഇപ്പോൾ അവർ കലയിലൂടെയാണ് ജീവിക്കുന്നത്. അവർക്ക് അന്നത്തെ സമയത്ത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ അവരുടെ ആ ഒരു സമയത്ത് സഹായം കാണിച്ച സുമനസ്സുകൾക്ക് നന്ദി, ഇല്ലെന്നൊന്നും പറയത്തില്ല. പക്ഷേ അതിലൊരു കുറ്റം ഉണ്ടായാൽ അവരെ അടിമയല്ല, അവരെ ആരും മറ്റേ അരി കൊടുത്ത് വാങ്ങിച്ചതല്ല, അവരെ ആരും മറ്റേ ഓരോരുത്തരും ബാർട്ടർ സിസ്റ്റം പോലെ ഇവിടെ കൊണ്ട് എല്ലാ മാസവും അവർക്ക് തിന്നാനുള്ള പലചരക്ക് സാധനങ്ങൾ ഇവിടെ കമത്തുന്നില്ല. അവരങ്ങനെ കമത്താനായിരുന്നെങ്കിൽ അവരിങ്ങനെ കിടന്ന് നിങ്ങൾ നോക്കുക, അതായത് 22-ാം തീയതി അല്ലെങ്കിൽ ഏതോ ഒരു ആഴ്ച 2 ആഴ്ചയോളം ദുബായി പോയ ഒരു വ്യക്തി റീൽസ് കാണുമ്പോൾ ഷൂട്ടിങ്ങിന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അവരൊരു ഇത്രേ ഉള്ളു പക്വതയോട് കൂടി വന്നിരുന്ന സംസാരത്തിന് ഇത്രയേ ഉള്ളു കാര്യം. ആ വീട് കൊടുത്തത് കിച്ചൂരും അനിയന്റെ പേരില്ല. ആ മൂത്ത ചെറുക്ക തന്നെ വന്നിട്ട് ആ വീട് കിട്ടിയതിനെ കുറിച്ചുള്ള ധാരണ എന്താണ് ജനങ്ങൾക്കിടയിലേക്ക് പറഞ്ഞപ്പോഴത്തേന് നീയൊക്കെ കിടന്ന് കാണിച്ചു കൂട്ടിയതും പറഞ്ഞതും എല്ലാം വെറും പ്രഹസനങ്ങൾ മാത്രമാണ്. ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണനായിട്ട് നിൽക്കുന്ന വെറും പ്രഹസനം, അതിലൂടെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ചൊരു കാര്യം. ഇപ്പൊ എന്തായി? വീട് കിട്ടിയവർക്ക് കുഴപ്പമില്ല, പിന്നെ നിനക്കൊക്കെയാണോ ഉരുപൊട്ടിയിരിക്കുന്നത്? നീ ഇടയ്ക്കിടയ്ക്ക് നിന്നെ പോലുള്ളവർ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ആ ചോദ്യം നിങ്ങൾക്ക് തിരിച്ചടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. അതായത് ഒരു കർമ്മ എന്ന് പറയുന്ന സാധനം വീണ്ടും നിന്റെ ഇടയിലോട്ട് കറങ്ങി അടിക്കാനായിട്ട് തുടങ്ങി. അടുത്തത് ആ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്ക്. ഞാൻ ഇപ്പോഴത്തെ എടുത്ത് പറയുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ അത് വെച്ച് കൊടുത്തിട്ട് 1.5 വർഷമേ ആകുന്നുള്ളൂ. അതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇവരെ കുറിച്ച് 2 അക്ഷരം പറയാതെ, ഇവര് ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്, ഇതുകൊണ്ടാണ് നടക്കുന്നത്, ഇതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ അറിയുന്നത്. ഇപ്പൊ ഒരു ലൈവിനകത്ത് കണ്ട് പറഞ്ഞാൽ ഞാൻ 19 സിനിമയിലൊക്കെ അഭിനയിച്ച, ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചെന്നൊക്കെ പറയുന്നു. പക്ഷെ ഇവരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, രേണുസുതിയുടെ മൂട് താങ്ങി, അത്രേ ഉള്ളവരെ അറിയാം, നല്ലതിനപ്പുറം വേറെ ഒന്നുമില്ല. ചേച്ചി എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് ഞാൻ കണ്ടു കേട്ടോ 4-5 ദിവസം. എനിക്കൊന്നും ഞാനും പിന്നെ എന്റെ കൂട്ടുകാർ മാത്രമേ കണ്ടുള്ളൂ, അതിൽ കൂടുതൽ ആൾക്കാർ കണ്ടില്ല. അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് തൊടാൻ വരാൻ കേട്ടോ. അവിടെ കിടന്നോട്ടെ കേട്ടോ. ശരി കാര്യം ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ വീടിന്റെ ആ സിറ്റുവേഷൻ നമുക്കൊന്ന് കാണാം. എടാ ഇതാണ് വ്യക്തമായ PR ടീം. മറ്റേ PR വിനുവിന് കൂടെ അസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് സജീന. അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ജനങ്ങൾക്കിടയിലേക്ക് പോസിറ്റീവ് ആക്കാനായിട്ട് വ്യക്തമായിട്ട് ശ്രമിക്കുന്നുണ്ട്, വ്യക്തമായിട്ട് നടക്കുന്നുണ്ട്. ഇതാർക്കും പക്ഷെ കൺവിൻസ് ആയില്ല. അത് അവരുടെ കഴിവോ അല്ലെങ്കിൽ കഴിവുകേടോ ഉണ്ടായിരിക്കാം. അപ്പൊ ഇപ്പൊ എന്തുവായി? ചേച്ചി വീഡിയോ കേട്ടിട്ട് എന്തുവായി? ആ വീട് കൊടുത്തവരൊരു കുഴപ്പമില്ല, വല്ലവന്റെ വീട്ടിൽ കയറി വീഡിയോ എടുത്തിട്ട് നാണമില്ലേ നിനക്കൊന്നും? വേറെ പണിയൊന്നും ഇല്ലേ? മൂട് താങ്ങി നടക്കുമ്പോഴത്തേന് ചില കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് ഉപദേശിക്കണം. അങ്ങനെയല്ല വേണ്ടത്. അവര് നമുക്ക് തന്നതാണ്, അപ്പൊ നമ്മളിത് ഇങ്ങനെ ചെയ്തുകൂടാ. അറ്റ്ലീസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, അവര് ഫ്രീ ആയിട്ട് അത്രയും നിങ്ങൾക്ക് ചെയ്തു തന്നപ്പോഴത്തേന് അത് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്തിടാനായിട്ട്. ഇനി നിങ്ങൾ പറഞ്ഞ ന്യായീകരണം നമുക്കെതിരെ അവരൊന്ന് വീഡിയോ ഇട്ടെന്നായിരിക്കും. പക്ഷെ നിങ്ങളാണ് ആദ്യം അങ്ങോട്ട് പറഞ്ഞത്. ഒരു ഇന്റർവ്യൂവിനകത്ത് വെള്ളം വന്ന് ചോർന്ന് വീഴുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ചോർന്ന് വീഴുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അവിടെ നിങ്ങളാണ് ഇതൊരു ടോക്കായിട്ടും ഇതൊരു സംസാര വിഷയമായിട്ടും അവരെടുത്ത് വീട് വന്ന് മെയിൻ്റെനൻസ് ചെയ്ത് തരണമെന്ന് പറഞ്ഞപ്പോഴത്തേന് അവരെ കൊണ്ട് ചെയ്യാൻ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് ഇവര് പറഞ്ഞ് ഞങ്ങൾ അടുത്ത ഇന്റർവ്യൂ വിളിച്ചു കൊടുക്കും നിങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞ് ഒരു 4-5-6 മാസം മുമ്പ് നടന്ന കാര്യം. അവിടെയാണ് ഇതിന്റെ സംസാരത്തിന്റെ ടോക്ക് വന്നത്. നാണമില്ലേ ഈ രണ്ടാമത് ഇങ്ങനെ സംസാരിച്ചതിനോടൊന്നും എനിക്ക് പറയാൻ ഈ ഒരു അവസരത്തിയുള്ളൂ. ഇത്രേ ഉള്ളൂ. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ വലുതായിട്ട് സംസാരിച്ച് കൊണ്ടുവന്ന് ഹൈപ്പിലേക്ക് കൊണ്ടുവന്ന ഒരു സാധനം
ഒരു ചെറുക്കം വന്ന് സംസാരിച്ചതോടുകൂടി നിങ്ങൾക്കത് കർമ്മയായിട്ട് തിരിച്ച് കറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അഭിപ്രായത്തിലും കൂടെ നിൽക്കുന്നതിനുള്ള വ്യക്തമായിട്ടുള്ള വിയോജിപ്പ് പല ഭാഗങ്ങളിലായിട്ട് കാണുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് ഓരോ സൈഡിൽ നിന്നും ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പൊളിഞ്ഞു വീഴും. ആ പൊളിഞ്ഞു വീഴാനുള്ള സമയമായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാനും ഇനി വരും, പുറകെ പല കാര്യങ്ങളും വരും. അപ്പൊ അങ്ങനെ എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് വന്നിട്ട് ഒരു 3-4 ദിവസമായി ഞാൻ പിന്നെ തിരിച്ച് നോക്കിയതും എടുത്തതും ഇതിനെപ്പറ്റി നോക്കിയത്. അങ്ങനെ ഇന്നലെയാണ് ഞാൻ ഈ മെസ്സേജ് എടുത്ത് വെച്ച് നോക്കിയപ്പോൾ തിരുവനന്തപുരത്തുള്ള മിർഷാദ് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് ചിറയൻകീഴോ ശാർക്കര ക്ഷേത്രത്തിന്റെ അടുത്ത് കണ്ടാണ് ഇവന്റെ വീട്. മീർഷാദ് എന്നാ പറഞ്ഞാൽ ഞാൻ വ്യക്തമായിട്ട് ഐ ഡി പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഞാൻ ഐ ഡി ഒക്കെ അതിനകത്ത് വെക്കാം. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ മെസ്സഞ്ചറിൽ പോയി ചോദിച്ചാൽ മതി. അവൻ കൃത്യമായിട്ട് എന്റെ അഭിപ്രായം അവന് നിങ്ങൾ പറഞ്ഞോളാൻ, ഈ ഒരു കാര്യം ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചോളാൻ പോയി. അവനൊരു മീഡിയേറ്ററെ വേണം. ഭയങ്കരമായിട്ട് വീർപ്പ് മുട്ടിയിരിക്കും. അവന് ഡീറ്റെയിൽ ഫോട്ടോ ഒന്നും ഇല്ല, ഞാൻ അത് വ്യക്തമായിട്ട് അത് കാണിച്ചു അവന് പറയാനുള്ളത്. സഹോദര, അവളെ നീ വിളിപ്പിക്കാൻ നോക്കി നടക്കില്ല. അവൾ തുണി ഇറങ്ങിയിരിക്കുകയില്ല. അവൾക്ക് നിന്നെ കൊണ്ട് ഇറക്കിയ 5 മിനിറ്റ് മതി. വെറുതെ സമയം കളയല്ലേ. കാരണം നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റ തിരിഞ്ഞു ഞാൻ അവളെടുത്ത് ഈ ഗൾഫിൽ പോയതിൻ്റെ പോക്കിൽ എത്ര രൂപ കിട്ടി ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. നല്ല കാര്യം പറയുന്നതേ കൊള്ളാം ചേട്ടാ. ചേട്ടനൊന്നുമല്ല, നീ പറയുന്നത് എന്തായാലും കൊള്ളാം. പക്ഷെ ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേന് അറ്റ്ലീസ്റ്റ് ആ ഒരു പ്രൊഫൈൽ പിക്ചറൊക്കെ ഇട്ടിട്ടൊക്കെ എന്നോട് ചോദിക്കേണ്ടതാ. അതല്ലൊരു മര്യാദ. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അവർ കാണും. നിങ്ങളെ പോകാൻ ധൈര്യം നമ്മൾ ചെറുപ്പം കണ്ടു. നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരും നിങ്ങളെക്കാളും എന്തായാലും ഒരു 3-4 വയസ്സിൻ്റെ മൂപ്പുണ്ട് നമുക്ക്. നമ്മളൊരു 10-500 വയന്മാരുണ്ട്. നമ്മൾ തിരുവനന്തപുരത്തുകാരന്മാരാണ്. അപ്പം ഒന്ന് ചോദിച്ചു നോക്ക് ധൈര്യം ഉണ്ടെങ്കിൽ. നിങ്ങളൊരു ബ്ലോഗറല്ലേ, ധൈര്യമായിട്ട് ചോദിക്കാം. എത്ര രൂപ കിട്ടി ഗൾഫിലെ ഈ ഒരു ബാർ ഉദ്ഘാടനം ചെയ്യാൻ പോയതിൽ എത്ര രൂപ കിട്ടി? നിങ്ങളെ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? ചോദിക്കും, പച്ചയ്ക്ക് ചോദിക്കും. അതിന് മാത്രം ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടാവും. നമ്മൾ ദുബായ് പോയതിൻ്റെ അർത്ഥം നിങ്ങളൊക്കെ ഇപ്പോഴാണ് പഠിച്ചിറങ്ങിയ സഹോദരന്മാരെ. നമ്മളൊക്കെ എവളമാരെ പോലെയുള്ള പല വളയും കണ്ടിട്ടുണ്ട്. അനുഭവങ്ങൾ നമ്മളെ മുന്നിലുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഓരോ പയ്യന്മാരുണ്ട്. എവിടേക്കാളും പരമ നടിമാർ, അതായത് ഷീലയും ജയഭാരതിയും അവരൊന്നുമല്ല. ആനക്കാലം അഭിനയിക്കുന്ന ഏറ്റവും വലിയ ടോപ്പ് ടീമുകൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എവളെ കണ്ടുപിടിക്കാൻ വേണ്ടി ആനക്കാര്യമൊന്നുമില്ല. അത്രയും ഒരു കാഴ്ച കാണാൻ നമുക്ക് എങ്ങനെയുള്ളതാണെന്ന് ഊഹിച്ചെടുക്കാൻ പറ്റിയ കാര്യമൊന്നുമില്ല. എവള് ഗൾഫിൽ പോകാൻ്റെ പിന്നിൽ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത രഹസ്യമുണ്ട്. അവളെ സ്വർണ്ണ ശൃംഖല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളിനി ഈ ഒരു പോക്കിൽ അവളെ ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ രേണു എന്നൊരു ആദ്യമായിട്ടൊരു സ്ത്രീയെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തെറിവിളിയും മറ്റു കാര്യങ്ങളും നേരിടേണ്ടി വന്ന ഒരു പെണ്ണായി മാറിയിരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ആ കാലഘട്ടത്തിൽ ഇപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ അവൾക്കൊരു ദുബായ് യാത്രയും എത്രയോ കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു ബാർ ദുബായ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ ആവുമെന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാം. ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒരു ദുബായിൽ ഒരു ബാർ നമുക്കിപ്പോൾ നിങ്ങളിവിടെ നിന്നെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങ് പോയി ഒരു ജോലി ചെയ്ത് നിങ്ങൾ അതിലൊരു 10 രൂപ അല്ലെങ്കിൽ 10 കോടിയോ അല്ലെങ്കിൽ 5 കോടിയോ നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ ജോലി ഉണ്ടാക്കി. അത് വെച്ച് നിങ്ങൾ അവിടെ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് ഇപ്പോൾ ഒരു ബാർ തുടങ്ങി എനിക്ക് എത്ര വരുമാനം ഉണ്ടാവും, ഇവിടുത്തെ സർക്കാരിന് എത്ര ടാക്സും മറ്റു കാര്യങ്ങളൊക്കെ പോകും, എത്ര ജോലിക്കാർ വേണ്ടി വരും എന്നൊക്കെ ഉള്ള കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്രയും സ്ട്രെയിൻ എടുത്തൊരു ബാർ വെച്ചിട്ട് എവിടെ പോലും ഒരു മൂലം കഴിവാത്ത ഒരുത്തി അവന് ബാർ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയോളാം. അതൊന്നുമല്ല മച്ചാന്മാരെ. എവിടെ കൊണ്ടുപോയതിൻ്റെ പിന്നിൽ സ്വർണ്ണക്കടത്തുണ്ട്, ഉറപ്പാണ്, 100%. നിങ്ങൾക്കാർക്ക് ഊഹിക്കാൻ പറ്റത്തിനപ്പുറം അവൾ കളിക്കുന്നുണ്ട്. ഇതിനൊരു ജെനുവിനിറ്റി നമ്മൾ ചോദ്യം ചെയ്യാനോ ഇതിന്റെ ജെനുവിനിറ്റി ഇത്രത്തോളം ഉണ്ട് എന്നൊന്നും ഞാൻ പറയാനോ ഇതിനെ സ്ഥാപിക്കാനോ ശ്രമിക്കുന്നില്ല. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അധികൃതർ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവർക്ക് അവർ സൈഡിൽ എടുത്ത് ഉപകാരപ്പെട്ടോട്ടെ. അത്രയും നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഈ ഒരു ഭാഗത്തിൽ ഇത് ഉൾപ്പെടുത്തിയത് ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്നോട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇത് വീഡിയോയിൽ ഇടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഐ ഡി പൂർണ്ണമായിട്ടുള്ള ഒരു ഐ ഡിക്കകത്ത് ഇടുക, പ്രൊഫൈൽ പിക്ചർ വ്യക്തമായിട്ട് ഇടുക, ഇട്ടതിന് ശേഷം പറയുക. പിന്നെ ഇവന്റെ വീടും സ്ഥലമൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ഉണ്ട്. ആ വോയിസിനകത്ത് അല്ലെങ്കിൽ എന്റെ വീടും സ്ഥലവും കാര്യങ്ങളെല്ലാം അളിയാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം